ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനോ സ്റ്റോക്സ്. മഞ്ജു പിള്ളയുടെ മോള് ദയാ സുജിത്ത് പുള്ളിക്കാരി ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. ആ ഫോട്ടോഷൂട്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, സ്വന്തം അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷെഫീന താത്ത പുള്ളിക്കാരുടെ അഭിപ്രായം ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇട്ടതേ ഓർമ്മയുള്ളൂ. എല്ലാ ആൾക്കാരും അതിന് റിയാക്ട് ചെയ്തു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ആ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ തപ്പിപ്പിടിച്ച് വന്നപ്പോഴത്തേക്ക് താത്ത അത് യൂട്യൂബിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞു തോന്നുന്നു. പിന്നെ ഞാൻ കണ്ടത് താത്തയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഞാൻ ആ കുട്ടിക്കെതിരെ അല്ല സംസാരിച്ചത്. ഞാൻ സംസാരിച്ചത് എന്താണ് അത് നിങ്ങൾ സംസാരിച്ചത്, എന്തിനാണ് നിങ്ങൾ സംസാരിച്ചത്? നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഹായ്, മഞ്ജു പിള്ളയുടെ മകൾക്കെതിരെ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എതിരെ എന്നല്ല, ആ കുട്ടി ചെയ്ത ഒരു വൃത്തികേടിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാൻ പബ്ലിക്കിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കാന്ന് വെച്ചത്. അപ്പൊ മഞ്ജു പിള്ളയുടെ മകൾക്കെതിരെ അല്ല താത്ത സംസാരിച്ചത്. അതില് പുള്ളിക്കാരി ചെയ്ത ഫോട്ടോഷൂട്ടിൽ താത്താക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനെതിരെയാണ് താത്ത സംസാരിച്ചത്. ലോകത്തുള്ള ആൾക്കാരെല്ലാം നിന്റെ ഇഷ്ടം നോക്കിയാണ് താമസിക്കുന്നത്. ലോകത്തുള്ള ആൾക്കാരെല്ലാം നിന്റെ ഇഷ്ടം നോക്കിയാണ് ജീവിക്കുന്നത്. ഷെഫീന ബീവി അല്ല, എന്താണ് അതില് നിനക്ക് ഇഷ്ടപ്പെടാത്തത്? മഞ്ജു പിള്ള എനിക്കെതിരെ കേസ് കൊടുക്കും, മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റു എന്നൊക്കെ പറഞ്ഞു. മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റാൻ, ഞാൻ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മകൾക്ക് തുണിയൂരി കാണിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് തുണിയൂരി കാണിക്കലാണെന്നും എന്റെ മകളോ എന്റെ കുടുംബത്തിലുള്ളതോ എന്റെ ചുറ്റുമുള്ളവരോ വേറൊരു പെൺകുട്ടിയും അവളെ മാതൃകയാക്കരുതെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷിപ്തമാണ്. എനിക്കത് പറയാനുള്ള ഇതുണ്ട്. അതെ അതെ അതെ, ഇത് ഇന്ത്യയാണ്. ഇവിടെ ആര് തുണി ഊരണമെന്നും ആര് തുണി ഊരണ്ട എന്നും അവനവൻ തീരുമാനിച്ചോളും. അതില് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ നിനക്കൊരു അവകാശവും ഇല്ല. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം പറയലാണ്. അല്ലാതെ ഒരാൾ അയാൾക്ക് തോന്നിയ കണക്ക് ഡ്രസ്സ് ഇട്ടിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് എവിടെയോ കിടക്കുന്ന ഒരു കുട്ടിച്ച് വന്ന് കിടന്ന് കണാ അടിക്കേണ്ട ആവശ്യമില്ല. രണ്ട്, ഇങ്ങനെ ഒരു സാധനം കണ്ട് എൻ്റെ വീട്ടുകാരും എൻ്റെ മക്കളും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള കുട്ടികളാരും ഇൻഫ്ലുവൻസ് ആവരുത്, ഇതുപോലൊരു വീഡിയോ ഇടരുത്, അല്ലെങ്കിൽ ഇതുപോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കരുത് എന്ന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കിയ നിന്റെ മക്കളാ. നിനക്ക് പെൺമക്കളാണെന്നുണ്ടെങ്കിൽ അവളുമാരെ മര്യാദയ്ക്ക് ഡ്രസ്സ് ഇടിയിപ്പിച്ച് നടത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അത് ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയിരിക്കുന്ന വീഡിയോയും മോഡലിങ്ങും ചെയ്ത് കിടക്കുന്ന നാട്ടുകാരെ ബാധിക്കുന്ന കാര്യമല്ല. നിനക്ക് നിന്റെ ഉണ്ടാക്കിയ മക്കളെ മര്യാദയ്ക്ക് നിർത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നിന്റെ പിടിപ്പുകേടാണ്. അതിന് ബാക്കിയുള്ളവരുടെ മക്കൾ എന്ത് ഡ്രസ്സ് ഇട്ടെന്നോ എന്ത് ഡ്രസ്സ് ഇടുന്നെന്നോ അത് നോക്കിയിരുന്നിട്ട് അതിൽ വന്ന് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമാണേ എന്ന് പറഞ്ഞിട്ട് കൊണയടിക്കാൻ ഇവിടെ ഒരു പുണ്ടച്ചികൾക്കും ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും റൈറ്റ്സ് നൽകുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രകാരം റൈറ്റ് ടു റിയാക്ഷൻ ഉണ്ട് പൊതുവായിട്ടുള്ള കാര്യത്തില്. നീ അവരുടെ പേഴ്സണൽ കാര്യത്തിലാണ് കയറി നിന്റെ അഭിപ്രായം വളർത്തുന്നത്. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ പേഴ്സണലൊക്കെ ചിലപ്പോൾ കയറേണ്ടി വരും, പക്ഷെ അങ്ങനെ ഉലത്തുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് പ്രകാരം ഓക്കെ ആണെന്നുള്ളൊരു വിചാരം മുതുകെട്ടെ നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് നാലായിട്ട് ചുരുട്ടി നിന്റെ ഉടുപ്പിൻ്റെ ഇടയിൽ വെച്ച് വെക്കുക. അത് തെറ്റാണ്. കാൽസറ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേണിസത്തിന്റെ തുടക്കമാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ മോഡേണിസം എന്ന് പറയുന്ന തുണിയൂരി കളയൽ എന്നൊരു ധാരണ പണ്ട് കാലഘട്ടങ്ങളിലുണ്ട്. അതിലേക്ക് നിങ്ങൾ ഞങ്ങളെ വീണ്ടും കൊണ്ട് എത്തിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മീൻസ് പുരോഗമന ശരീരത്തിൽ വരുമല്ലോ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഇതുപോലെയാണ്, ഇത്തരം എൻഡിങ്ങിലേക്കാണ് നീ പോകുന്നത് എന്ന് പറയപ്പെടുന്ന ഒരു രീതിയുണ്ട്. തുണി ഊരി കാണിക്കുന്നു എന്ന് പറയുന്നു. ഈ ഫോട്ടോയിൽ എവിടെയാണ് തുണി ഊരി കാണിക്കുന്നത്? മറക്കേണ്ട സാധനങ്ങളെല്ലാം അവിടെ മറച്ചിട്ടുണ്ട്. അതിൽ തുണി എന്ന് പറയുന്ന സാധനം നമുക്ക് കണ്ണിൽ കാണാം. കണ്ണിൽ തിമിരം വല്ലതും ഉണ്ടോ? 50 കഴിഞ്ഞ കളവയായതുകൊണ്ട് ഒരു കണ്ണാടി വെക്കുന്നത് നല്ലതായിരിക്കും. കണ്ണാടി വെച്ചിട്ട് ബാക്കിയുള്ളവരെ നോക്കുക. ഈ പിഴച്ച കണ്ണ് വെച്ച് എന്ത് നോക്കിക്കഴിഞ്ഞാലും അത് നിനക്ക് പിഴച്ചതായിട്ടേ തോന്നും. കാരണം നീ ഒരു പിഴച്ചതാണെങ്കിൽ നീ നോക്കുന്നത് എന്തും നിനക്ക് പിഴച്ചതായിട്ടേ തോന്നത്തുള്ളൂ. നിന്റെ കുഴപ്പമാണ്, ബാക്കിയുള്ളവരുടെ കുഴപ്പമില്ല. ബാക്കി സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കും ഒന്നിനും തന്നെ ഈ ഒരു സാധനം തുണിയില്ലാത്തതായിട്ട് തോന്നിയിട്ടില്ല. അവിടെ തുണിയുണ്ട്, മറക്കേണ്ട സാധനങ്ങൾ മറച്ചിട്ടുണ്ട്. തുണിയോടെ ഇരിക്കുന്ന സാധനമാണ്. ആ കുട്ടി തുണി കൊടുത്തിട്ടുണ്ട് എന്ന് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ കണ്ണിൽ നീ ആരെങ്കിലും തുണി കൊടുത്തുകൊണ്ട് വരുമ്പോൾ അവരുടെ തുണിയെല്ലാം മാറി നീ അവരുടെ എന്തെങ്കിലും പ്രേർപ്പാട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ നിന്റെ പിഴച്ച കണ്ണിന്റെ, നിന്റെ പിഴച്ച ചിന്താഗതിയുടെ, നിന്റെ പിഴച്ച സ്വഭാവത്തിന്റെ കുഴപ്പമാണ്. അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത് ഷെഫീന ബീബി. മതവിശ്വാസങ്ങളിൽ മെയിനായിട്ടും ഇസ്ലാം മതവിശ്വാസങ്ങളിൽ നിന്ന് കലയെ ആസ്വദിക്കുന്ന കലാപരമായ കാഴ്ചപ്പാടുള്ള കുട്ടികളെ പുറത്തേക്ക് വിടാത്ത ഒരു രീതിയുണ്ട്. ഞാൻ മോഹിനിയാട്ടം പഠിച്ചോളാണ്, എനിക്ക് അരങ്ങേറ്റം നിഷേധിക്കപ്പെട്ടു എന്നാണ്.
പൊട്ടിട്ട് അരങ്ങേറേണ്ടി വരും, അമ്പലത്തിൽ അരങ്ങേറേണ്ടി വരും, പാച്ചില്ല എന്ന് പറഞ്ഞതാണ്. പ്രതികാര നടപടിയായിട്ട് ഞാൻ പൊട്ടിട്ടുണ്ട് നടക്കാറുണ്ട്. അതാണ് എന്റെ പ്രതികാര നടപടി. അതാണ് ആ അരങ്ങേറ്റം എനിക്ക് സാധ്യമാകാത്ത ഒരു കാര്യമാണ്. അരങ്ങേറും എന്റെ കാര്യം സെറ്റ് ആകുമ്പോൾ ഞാൻ തന്നെ അരങ്ങേറുന്ന ഒരു കാര്യമാണ് മോഹിനിയാട്ടത്തിൽ. അതങ്ങനെ അരങ്ങേറ്റം നിഷേധിക്കാതിരിക്കും. നിന്റെ നാക്ക് സ്വഭാവമൊക്കെ ഇതേപോലെ ഇല്ലേ? അപ്പൊ നിഷേധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിന്റെ പ്രതികാരം ഗോപുമൈ എന്ന് പറയുന്നില്ല. നീ പൊട്ടിട്ടോണ്ട് നടക്കണം പറഞ്ഞത്. നിന്നെ ഒരാളെ പൊട്ടിടാതെ നടക്കരുത് എന്ന് ഇസ്ലാം മതക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനെതിരെ പ്രവർത്തിക്കുന്നു. അത് നിന്റെ ഫ്രീഡമാണ്. അപ്പൊ ആ പെൺകുട്ടി എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് ആ പെൺകുട്ടിയുടെ ഫ്രീഡമാണ്. അവര് പറയുന്നത് നീ കേട്ടില്ല എന്ന് എന്തോ വലിയ സംഭവമായിട്ട് നീ വന്നു ഒലത്തുന്നു. അപ്പൊ നീ പറയുന്ന നാട്ടുകാർ കേൾക്കണം. നിന്റെ ഒപ്പീനിയൻ ഇവിടെ അല്ലെങ്കിൽ ആര് ചോദിച്ചു? നീ ഓൾറെഡി നീ ആ വീഡിയോ എടുത്തു വെച്ചിട്ട് നീ പറയുന്നത് ഫുള്ള് പച്ച അപരാധം. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവള് പണ്ട് അരങ്ങേറ്റം ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും അരങ്ങേറ്റം കഴിഞ്ഞില്ലല്ലേ? ഇനി ടൈം കിട്ടുമ്പോൾ അരങ്ങേറാൻ നിൽക്കുവാണല്ലേ? 50-55 വയസ്സ് കഴിഞ്ഞതല്ല. ഇനി അരങ്ങേറാൻ പോയാൽ നടുകുടുങ്ങി വീണ് കിടക്കും. പിന്നെ ഈ വീഡിയോ ഇട്ട് വന്നൊന്ന് കുണയ്ക്കാൻ പോലും പറ്റത്തില്ല. ചിലപ്പോ ഇപ്പൊ നമ്മുടെ പേസിന്റെ കൊണ്ടിട്ട് ഞാൻ തീരെ ചെറുപ്പമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്തോന്ന് അയ്യേ ഫേസ് കണ്ടിട്ട് തീരെ ചെറുപ്പം നമ്മളെ എന്റെ ഉമ്മച്ചന്മാരെ അപ്പം തിരുത്തിയിട്ടുണ്ട്. അവരെ വിളിച്ചുകൊണ്ട് കാണിക്കുക. അവര് നിങ്ങളെക്കാട്ടി ചെറുപ്പമാണ്. അവർക്ക് 19 വയസ്സായി. അവര് നിങ്ങളെക്കാട്ടിയും ചെറുപ്പമാണ്. ഇഡലി കമുത്തി കണക്കത്തൊരു മൂഞ്ചിയ ബോന്തേ ഊഞ്ഞാലാടി കിടക്കുന്ന തൊലിന്റെ കമ്മലും ഒരു ചുവന്ന ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെറുപ്പോ? അപ്പൊ നമ്മളെ എന്റെ ഉമ്മച്ചന്മാരെ കാട്ടി പറയാൻ തോന്നിക്ക നിങ്ങൾക്ക് ചെറുപ്പമെന്ന് ആർക്ക് ഈ വീഡിയോ ആണ് നിങ്ങൾക്ക് ആരെങ്കിലും ഈ മുതുകണ്ട ചെറുപ്പമാണെന്ന് തോന്നി? എനിക്ക് തോന്നിയില്ല. ചെറുപ്പം പോലും ഒറ്റ നോട്ടത്തിൽ കഴിഞ്ഞ 60 കഴിഞ്ഞ കിളവി ഡൈ അടിച്ചിട്ട് വന്നിരിക്കുന്നു. ഇതാണ് നീ ചെറുപ്പോ? മുതുകണ്ട. നല്ല വയസ്സുള്ള ഒരു സ്ത്രീയാണ്, അത്യാവശ്യം പ്രായമുള്ള ഒരു മുത്തശ്ശിയാണ്. എനിക്കിപ്പോ എന്റെ മകൻ വിവാഹം ഒരു 22 വയസ്സ് വിവാഹം കഴിച്ചെങ്കിൽ ഇപ്പൊ ഞാനൊരു മുതുമുത്തശ്ശിയാണ്. അപ്പൊ എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഞാൻ ആ ജനറേഷനിലുള്ള ആൾ തന്നെയാണ്, തർക്കമില്ല. എനിക്ക് അതിനകത്ത് ഒരു അപമാനവുമില്ല. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ ജനറേഷനിൽ ജീവിച്ച് ഇതിന്റെ സ്ട്രഗിൾ അനുഭവിച്ച് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് തെറിവാക്കുകൾ, അസഭ്യ വർഷങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു ലേഡിയാണ്. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് അസഭ്യ വാക്കുകളൊക്കെ. നിന്റെ സംസാരം, നിന്റെ സ്വഭാവം ഇങ്ങനത്തെ ആയതുകൊണ്ടാണ് നീ ചീത്തളി കേൾക്കുന്നത്, നീ തന്തയ്ക്ക് തള്ളക്ക് വിളി കേൾക്കുന്നത്. അല്ലാതെ നീ ഭയങ്കര സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞൊന്നും അല്ല നിനക്ക് തന്തക്കിളി തള്ളകിളി കേൾക്കുന്ന. നിന്റെ നാക്ക് സംസാരിക്കുന്നത് പിഴച്ചതാണ്. അതുകൊണ്ടാണ് നിനക്ക് തന്തയ്ക്ക് തള്ളക്ക് വിളി കേട്ടത്. നീ എന്തോ വലിയ മഹാസംഭവമായിട്ടത് നമ്മുടെ അടുത്ത് പറയാൻ നോക്കുവാണ്. നീ ഏത് ജനറേഷനിലുള്ളതായാലും നീ ഏത് കാലഘട്ടത്തിൽ വളർന്നതായാലും അത് നമുക്ക് ബാധകമുള്ള വിഷയമല്ല. നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ ജനറേഷനാണ്. ഇത് നമ്മുടെ ജനറേഷനാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായ ഐഡിയോളജീസും നമ്മുടേതായ കാര്യങ്ങളും കാണും. അത് ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിപരമായിട്ടുള്ള സാധനമായിരിക്കും. നീ 70-ൽ ജനിച്ച മുതുക്ക് പുണ്ടയാണെന്ന് വിചാരിച്ച് 2000-ലും 900-ലും ഒക്കെ ജനിച്ച നമ്മള് നീ പറയുന്ന സാധനവും കേട്ട് ജീവിക്കണം. അല്ലെങ്കിൽ നിന്റെ അന്നത്തെ ഐഡിയോളജീസ് വെച്ചിട്ട് നിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ നമ്മുടെ ജീവിക്കണമായിരിക്കും. നീയും നിന്റെ മാപ്പിളയും ആണല്ലോ ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്കും ആൾക്കാർക്കും ചെലവിന് കൊടുക്കുന്ന. നിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് വേണം അവൻ കുലപുരുഷൻ. മഞ്ജു പിള്ളയുടെ മകൾ തുണി ഊരി കാണിക്കുന്നവൾ, പർദ്ദയിട്ടോണ്ട് നടക്കുന്ന അവള് കുലസ്ത്രീ. ആദ്യത്തെ ഒരാള് പാസ്, മഞ്ജു പിള്ളയുടെ മോള് അൺഫിറ്റ്. പർദ്ദയിട്ടോണ്ട് നടക്കുന്നു, പാസ്. മകൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നമ്മൾ ഫയലിലാക്കി വീട്ടിൽ കൊണ്ട് വെക്കണം. ഷെഫീന ബീബി സർട്ടിഫിക്കറ്റ് ഓഫ് അസോസിയേഷൻ. കുലസ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ ഈ ജനറേഷനിൽ ഇങ്ങനെ ജീവിക്കാനായിട്ടുള്ള മാതൃകയായിട്ടുള്ള കുട്ടികളെന്ന് നിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വെക്കാം. അതൊക്കെ നീ നിന്റെ മക്കളടുത്ത് നിന്റെ മാപ്പിളയുടെ അടുത്തും വഴിയെ പോകുന്ന ആൾക്കാരോടത്തല്ല ഷെഫീന ബീബി ഉണ്ടാക്കാനുള്ളത്. നമ്മൾ 2000 ജനിച്ച പിള്ളേരാണ്, നമ്മൾ അല്ലെങ്കിൽ 1900 ജനിച്ച പിള്ളേരാണ്. നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന്, നമ്മൾ എങ്ങനെ നടക്കണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. അതിന് കുഴിയിലോട്ട് കാലം നീട്ടി ഇരിക്കുന്ന ഒരു മുതുകിളവി വന്നിരുന്ന സർട്ടിഫിക്കറ്റ് തരാനോ അവരുടെ അഭിപ്രായം നമ്മളെ നോക്കി ജീവിക്കേണ്ട ആവശ്യമോ നമുക്കില്ല. അത് നീ ആദ്യം മനസ്സിലാക്കി. ഇതൊക്കെ നീ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആയിട്ട് കരുതി വെക്കുന്നുണ്ടെങ്കിൽ നീ ഇത്രയും നാളെ ഒരു 60 വയസ്സ് വരെ ജീവിച്ചതിൽ യാതൊരു അർത്ഥമില്ല. ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലോട്ട് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്ന് നോക്കി പഠിച്ചിട്ട് ഇപ്പോഴുള്ള പിള്ളേരോട് വാദിക്കാനും ഗുണയടിക്കാനും വരണം. എത്തത്തില്ല. 60 കഴിഞ്ഞ കിളവി സംസാരിക്കുന്നതും 20-25 വയസ്സുള്ള യൂത്തന്മാരും യൂത്ത് ഗേൾസും ഒക്കെ സംസാരിക്കുന്നതിന്റെ എനർജി ഡിഫറൻറ്റ് ആണ്. ആ എനർജി മനസ്സിലാക്കണം. ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയിൽ. കൊട്ടയെന്ന് പറയാൻ പറ്റൂല, ചട്ടിയിൽ. അപ്പോ
കുഴിയിലോട്ട് കാലി നീട്ടിയിരിക്കണം. നിങ്ങൾ പെട്ടെന്ന് ചട്ടിയിലാവാനായിട്ട് നോക്കണ്ട, നടക്കൂല. ചട്ടിയിലേ ആവത്തുള്ളൂ എത്ര ചാടി കഴിഞ്ഞാലും. അവർ ഏജ് ഗ്യാപ്പ് തന്നെ ഒരുപാടുണ്ട്. എനർജി ലെവൽ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. നിങ്ങൾക്ക് ആകെ അറിയാവുന്നത് അവരാധം വിളിക്കാൻ മാത്രം. അത് പിന്നെ നമ്മുടെ യൂത്തിലെ പിള്ളേരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന 10 ഇരട്ടി വിളിക്കും. ഒരു വീഡിയോ വരുന്നുണ്ട്, അതിനെ ബാക്കി ഞാൻ വിളിച്ച് കാണിച്ചു തരാം. നിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ കൈകടത്തുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്വാതന്ത്ര്യം എന്റെ മക്കളെ കൂടെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നിന്റെ മക്കൾ കാണിക്കുന്ന പേക്കൂത്തുകൾ നീ പബ്ലിക്കിൽ എടുത്തിടുമ്പോൾ അതിനെതിരെ ഞാൻ വിമർശനാതീതമായി അല്ലെങ്കിൽ വിമർശനപരമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് എന്റെ മക്കളെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ കിങ്ങിണി എന്റെ മകളാണ്, അവളിവിടെ വരാറുണ്ട്. ചില നേരം അവൾ വരുന്ന ഒരു ചെറിയ ട്രൗസർ ഇട്ടുണ്ടെന്ന് അടി ഞാൻ പറ്റിക്കാറുണ്ട്. എന്റെ മകളെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസവിച്ച മകളല്ല, പക്ഷെ ഞാൻ അടിയാൻ പറ്റിക്കാറുണ്ട്. എന്തെങ്കിലും എടുത്ത് എറിയെങ്കിലും ചെയ്യാറുണ്ട്. ഈ വേല കാണിച്ചിട്ട് ഇവിടെ വരരുതെന്ന് പറയും. എന്റെ ഒപ്പീനിയൻ നിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് എപ്പോഴാണ് ബാധിക്കുന്നതെന്ന് അറിയാം. അത് എന്റെ മക്കളെ കൂടെ നീ കാണിക്കുന്ന അഭിപ്രായം ബാധിക്കുമ്പോഴാണ്. മക്കളെ ബാധിക്കും. ഇനി നീ ഉണ്ടാക്കിയിട്ട പിള്ളേര് നീ പറയണ കേട്ട് വളരുന്നില്ല, അല്ലെങ്കിൽ നിന്റെ വാക്ക് കേൾക്കുന്നില്ല. ഇതൊരിക്കലും സോഷ്യൽ മീഡിയയിൽ എവിടെയോ എന്തൊക്കെയോ വീഡിയോ ഇടുന്ന ഒരു പെൺകുട്ടിയെ ബാധിക്കുന്ന കാര്യമല്ല. അവള് വന്ന് ചെവിയിൽ ഓതി കൊടുക്കുകയല്ല. ഷെഫീന ബീവി പെറ്റ മോളാണ്. മക്കളെ നീ നാളത്തെ തുണി ഇടണ്ട കേട്ടാ. ഞാൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോ കണ്ടിട്ട് മക്കൾ അതേപോലെ നാളത്തൊട്ട് തുണി കൊടുക്കാതെ നടക്കണേ. അപ്പൊ ഇത് കേട്ട ഉടനെ നിന്റെ മോളെ നാളത്തൊട്ട് തുണി കൊടുക്കാതെ നടക്കുകയാണ്. ദിയ സുജിത്ത് വന്ന് നിന്റെ മോളെ ചെവി പറഞ്ഞു കൊടുത്താണ്, മോളെ ഷെഫീന ബീവിയുടെ മോളാണോ നീ നാളെ തൊട്ട് പാൻറ് ഇടല്ലേ, ജട്ടി ഇട്ടോണ്ട് വെളി നടക്കണം. ഈ മക്കള് നാളെ തൊട്ട് ചുരിദാർ ഇടല്ലേ, ഷിമ്മിയും പ്രായം ഇട്ട് വെളിയിൽ ഇറങ്ങി നടക്കണം കേട്ടോ. ദയാ സുജിത്ത് പറഞ്ഞെന്ന് മക്കൾ ഉമ്മാടെ പറഞ്ഞാൽ മതിയേ. ഇങ്ങനെ വന്ന് ചെവി പറഞ്ഞാണ് ദയാ സുജിത്ത്. നിന്റെ മോള് തുണി കൊടുക്കാതെ നടക്കുന്നുണ്ടെങ്കിൽ നിന്റെ പിടിപ്പുകേട്. നീ പറഞ്ഞാൽ അത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ പിടിപ്പുകേട്. അതിനെ ബാക്കിയുള്ളവർ ചെയ്യുന്ന കണ്ട് ഇൻഫ്ലുവൻസ് ആയി വന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മോക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് എന്താണ് തെറ്റ് ശരി എന്നുള്ളത് മനസ്സിലാക്കാനും ഉള്ള ഒരു ബോധമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള നീയാണ്. നീ അല്ലേ തള്ള, അപ്പൊ നീയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അതിന് ബാക്കിയുള്ളവരെ വന്ന് പഴിക്കരുത്. ഇത്രയും 20 മിനിറ്റോളം വന്ന് 20 മിനിറ്റോളം ഉള്ള വീഡിയോ ആണത്. 20 മിനിറ്റോളം വന്നിട്ട് ഈ പറഞ്ഞ സാധനത്തിനെ ജസ്റ്റിഫൈ ചെയ്ത് ന്യായീകരിച്ച് മെഴുകി കുലസ്ത്രീ ആയിരുന്ന അവള് സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടി കുറെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേട്ടിട്ടുണ്ട്. അയ്യോ, ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്താണെന്ന്, ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റ് ആണ്, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് ഭയങ്കരമായിട്ട് ന്യായീകരിച്ച് ഭയങ്കര വളർന്നു വരുന്ന കുട്ടികൾ കുലസ്ത്രീകളാവണം, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ വസ്ത്രധാരണം നടത്തണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ മുതുകണ്ട ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ദയാ സുജിത്ത് എന്ന് പറഞ്ഞ ഓൾറെഡി പറഞ്ഞ എൻ്റെ മോളുടെ പ്രായമാണ് ആ കൊച്ചിന്. എന്നിട്ട് അവള് കാണിക്കുന്നുണ്ടോ സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഈ മുതുക്ക് പുണ്ടച്ചി ഫോണിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഓഡിയോ ഒന്ന് നിങ്ങൾ കേട്ടോക്ക്. കൊണ്ടുവെക്കേണ്ട 2026 എന്തൊരു ഉണ്ട ഒഴുങ്ങിയ എന്റെ താല്പര്യം. എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം നിനക്കെന്താ? അതൊരു റോൾ മോഡൽ ആണ്. അയ്യോ, നീ വേണ്ടെന്ന് നീ നാളെ തുണി ഇല്ലാതെ നടമോളെ. നീ നിന്റെ അപ്പത്തിന്റെ ആ വിടവില്ലേ, അത് നല്ലപോലെ വിരിച്ച് രണ്ട് കാലം 2 ഭാഗത്തേക്ക് വിരിച്ചു വെച്ചിട്ട് ടാങ് 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 നട. നീ തന്നെ പറയുന്നുണ്ടല്ലോ നിന്റെ ലുക്കും കാര്യങ്ങളും നിന്റെ ഡ്രസ്സും കാര്യമൊന്നും കണ്ട് നീ ഭയങ്കര ചെറുപ്പാണെന്ന് വിചാരിക്കല്ലേ. ചെറുപ്പാണെന്ന് വിചാരിച്ച് നിങ്ങൾ പറയല്ലേ എനിക്ക് നല്ല പ്രായമുണ്ട്. നീ ചെറുപ്പാണെന്ന് ആര് വിചാരിച്ചു? നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? എപ്പോ നമ്മൾ ചെറുപ്പാണെന്നൊന്നും വിചാരിച്ചില്ല. നീ മുതുക് കണ്ട, നീ എവിടെയോ 70-കളിൽ ഇപ്പോഴും സ്റ്റക്കായി കിടക്കുന്ന മുതുക് കണ്ട. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ കാണിച്ചുകൊണ്ട് അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയി ബാക്കിയുള്ളവർ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയി അങ്ങനത്തെ ഡ്രസ് ഇടരുത് എന്ന് പറഞ്ഞ് നീ ഒരു വീഡിയോ ചെയ്തതിൽ നല്ല പുള്ള, നീ കുലസ്ത്രീ, നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും നീ കൊടുക്കണം. ഓ ശരി, സമ്മതിച്ച്. അത് കഴിഞ്ഞിട്ട് ഈ ഫോൺ കോളിൽ നീ പറയുന്നുണ്ടാ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയാൻ പറ്റുന്നതാണോ ഈ അപ്പം കാണിച്ച് നട, വിരിച്ചു വെച്ച് നടക്ക്, ആട്ടി നടക്ക്. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിനക്കും ഉണ്ട്. നീ ഒരു പെണ്ണാണ്. നീ വിരിച്ചാലും വിരിയും ഈ സാധനം. നിനക്കൊരു മോളുണ്ടെന്നോ അല്ലേ, അവള് കാണിച്ചാലും ഇതെല്ലാം സെയിം ആണ് നടക്കാൻ പോകുന്നത്. ആ പെൺകുട്ടിയെ നീ ഈ പറഞ്ഞ പോലത്തെ ചേഷ്ടാണ് പറഞ്ഞതുള്ള എവിടെയാണ് കാണിച്ചത്? നീ ഒരു പെണ്ണാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിന്നൊരു പെണ്ണായിട്ട് ആരെങ്കിലും കരുതണം? ഇങ്ങനത്തെ സംസാരങ്ങൾ വരുന്ന ആൾക്കാരെ നമ്മൾ പൊതുവെ ഒരു വാക്കുക എന്തുവാ, ബിച്ച്, മലയാളത്തിൽ അഥവാ കൂത്തിച്ചി എന്ന് വിളിക്കും. അപ്പോ അങ്ങനത്തെ ഒരു സംസാരിക്കുന്ന ആൾക്കാരെ പൊതുവെ അങ്ങനെയാണ് വിളിക്കുന്നത്, കൂത്തിച്ചിന്ന്. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ഇത്രയും വൃത്തിയായിട്ട സംസാരിക്കുന്ന നീയാണോ
ഈ ഇത്രയും നേരം കിടന്നു വന്നിട്ട് പെൺകുട്ടികൾ അങ്ങനെ ആയിരിക്കണം, അതല്ല ഫെമിനിസം, അതല്ല മോഡേണൈസേഷൻ, അതല്ല വസ്തുതാണ്, ഇങ്ങനെയൊക്കെ കിടന്ന് വായിട്ടലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വൃത്തിയടച്ചു നീ എവിടെ, നീ 6 രാജ്യങ്ങള് എത്രയോ രാജ്യങ്ങള് സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ്, ലോകം കണ്ടിട്ടുള്ള ആളാണ്, നിനക്ക് 6 പാസ്പോർട്ടോളം സ്റ്റാമ്പ് അടിച്ച് തീർന്നെന്നൊക്കെ നീ വലിയ വായിൽ പ്രസംഗിക്കുമ്പോ ഇതാണോ നീ രാജ്യങ്ങൾ കണ്ടിട്ട് ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ട രീതി? നിന്നെ ആ പെൺകുട്ടി എന്തെങ്കിലും ഇതേപോലെ മോശമായിട്ട് സംസാരിച്ചോ? നിനക്ക് ഭയങ്കര പ്രായമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇതാണോ നീ പണ്ട് തൊട്ടേ ശീലിച്ചു വന്നതും വളർന്നു വന്നതുമായിട്ടുള്ള സംസാരം? നിനക്ക് കുറെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിനക്ക് തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ഈ പിഴച്ച സംസാരം കൊണ്ടാണ്. നിന്റെ പിഴച്ച സംസാരവും നിന്റെ പിഴച്ച കാഴ്ചപ്പാടും നിന്റെ ഈ പിഴച്ച സ്വഭാവം കൊണ്ടാണ് നിനക്ക് തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേട്ടത്. വിളി കേട്ടതിന് തന്ത എന്നെല്ലാം ഉണ്ടാകുന്നൊക്കെ നിനക്ക് ആർക്കറിയാം. ഇല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ അടുത്ത്, മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് സ്ലട്ട് ഷെയ്മിങ് ചെയ്യാൻ നിന്നെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും തിരിച്ചതാണോ? തന്തയ്ക്കും തള്ളയ്ക്കും തിരിച്ചു നിനക്കൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഒരു തന്തയും തള്ളയും ഉണ്ടോ? ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ശത്രുവാണെന്ന് പറയുന്ന ഇത്രത്തോളം ശരിയാണ്. സ്വന്തം മകളുടെ പ്രായമാണ്, അതുകൊണ്ട് എനിക്ക് കൺസേൺ ഉണ്ട്. ഇത് കണ്ട് ബാക്കിയുള്ള കുട്ടികൾ ഇൻഫ്ലുവൻസ് ആകരുത് എന്നൊരു കുലസ്ത്രീ, 60 കഴിഞ്ഞ ഈ കുലസ്ത്രീയുടെ വായിൽ വരുന്നത് പച്ച അപരാധം. അപ്പം, വിരിക്കൽ, ആട്ടൽ, ഊമ്പൽ, ഇതൊക്കെയാണ് കുലസ്ത്രീയുടെ വായിൽ വരുന്ന സാധനം. ആരും ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആവില്ല. ഈ മുതുക് കണ്ട ഈ മുതുക് പറയണേൽ ആരും ഇൻഫ്ലുവൻസ് ആവൂല. ആ പെങ്കൊച്ച് ഡ്രസ്സ്, ഫാഷൻ ഷൂട്ടിന് ആ ഡ്രസ്സ് ഇട്ടേൽ എല്ലാവരും ഇൻഫ്ലുവൻസ് ആവും. ഈ മുതുക്ക് മയില് പറയണേൽ ആരും ഇൻഫ്ലുവൻസ് ആവില്ല. ഇതൊന്നും പിള്ളേരെ ഇൻഫ്ലുവൻസ് ആവുന്നത് പിള്ളേരുടെ സ്വഭാവ രൂപീകരണത്തിനും പിള്ളേരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിനെ ഒന്നും ബാധിക്കുന്നതല്ല. ഇതൊക്കെ ഫെമിനിസത്തിന്റെ ഭാഗമാണ്. ഒരു പെണ്ണ് വേറൊരു പെണ്ണിന്റെ തന്നെ ഇത്രയും വൃത്തിയിട്ട രീതിയിൽ സ്ലട്ട് ഷെയ്മിങ് ചെയ്ത് സംസാരിക്കുന്നത് നല്ലൊരു തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാവാത്തതിന്റെ കുഴപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ കഴിവുള്ളൊരു മാപ്പിളെ കിട്ടാത്തതിന്റെ കുരുവാണ്. അതും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോൺ കോളിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം നല്ല മൂത്ത് കിടക്കുക, കഴപ്പെന്ന് പറയും, അതിന്റെ കുഴപ്പമാണ്. പ്രായത്തിന്റെ കഴപ്പേ, അതാണ് ഉദ്ദേശിച്ചത്, അതിന്റെ കുഴപ്പമാണ്. ഇങ്ങനെ കടിയുള്ളവരൊന്നും ഒരു കാലത്തും പറഞ്ഞു മാറ്റാൻ പറ്റത്തില്ല. അത് എവിടെയെങ്കിലും ഈ കടി തീർന്നെന്നുണ്ടെങ്കിൽ ചെവരിലോ ടാവിലോ കൊണ്ടിട്ട് വരയ്ക്കണം. I hope you find a better wall or a road. Signing off, Shanu's Talks from Shanu's Talks. See you in a next video. Until then, bye bye.